ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിവിടെ ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്രഷ് ചെമ്മീൻ കിട്ടിയേ. അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ലക്ഷ്മി കൂടി ചെമ്മീൻ നന്നാക്കണോ. അത് കഴിഞ്ഞ് ചെമ്മീനിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ പുരട്ടി വെച്ചിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഈ ചെമ്മീൻ നന്നായിട്ട് പുരട്ടി വെച്ചു. അത് കഴിഞ്ഞൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് ആദ്യം നമ്മൾ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള സവാള വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, മസാലയ്ക്ക് ആവശ്യമുള്ള സവാളയും തക്കാളിയും പിന്നെ പുതിനില പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമ്മൾ ചതച്ചും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ആദ്യം സവാള ഇട്ട് ഒന്ന് വഴറ്റി. അപ്പോൾ സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി നമ്മൾ ചേർത്ത് വീണ്ടും നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പൊടികളൊക്കെ ഇടാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഞങ്ങൾ ഗരം മസാലയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത്ര ഇട്ട് അതിലേക്ക് പിന്നെ തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴറ്റി. അത് കഴിഞ്ഞിട്ട് പുതിനയിലയും മല്ലിയിലയും കൂടി അരിഞ്ഞ് വെച്ചേക്കണം ഇട്ടു. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഒന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാണ്. ഒരു 2 സ്പൂൺ 3 സ്പൂൺ തൈരാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ മസാല റെഡിയായി. അത് കഴിഞ്ഞ് നമ്മളിത് ഒരു പാത്രം എടുത്ത് അതിൽ നെയ്യ് തൂവി അതിൽ ദം ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. റൈസ് അപ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. റൈസ് വേവിക്കാൻ നേരത്ത് നമ്മൾ ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്ക, ബേ ലീവ്സ്, പിന്നെ പട്ട, ഗ്രാമ്പൂ, പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു, പിന്നെ ഉപ്പ്, ഇത്രയും, പിന്നെ ഇത്തിരി പുതിനയിലയും കൂടി നമ്മൾ ഒരു ഫ്ലേവർ ആ ഒരു സ്മെല്ലിന് വേണ്ടി നമ്മളത് ആഡ് ചെയ്തായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ റൈസ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പാത്രം എടുത്ത് അതിൽ നെയ്യ് തൂവി അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്തിട്ട് അതിലേക്ക് സവാളയും പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂം കിസ്മിസും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. ഇതെല്ലാം ആഡ് ചെയ്ത് ദം ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മളിത് ചെയ്യാണ്. ഇത് ലാസ്റ്റ് ലെയറാണ്. അതിലേക്ക് കുറച്ച് കൂടുതൽ സവാള ഫ്രൈ ചെയ്തതും പിന്നെ കാഷ്യൂം കിസ്മിസും പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ദം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആവി കയറ്റിയിട്ടോ. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ പാത്രം കയറ്റി വെച്ച് അങ്ങനെയാണ് നമ്മൾ ദം ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ചെമ്മീൻ ബിരിയാണി റെഡിയായി. അപ്പോൾ ചെമ്മീൻ ബിരിയാണിയുടെ സൈഡായിട്ട് കുറച്ച് സാലഡും പിന്നെ പുതിനയില ചമ്മന്തിയും പിന്നെ ഒരു പപ്പടവും. ഇതാണ് നമ്മുടെ ചെമ്മീൻ ബിരിയാണി.